കേരള സർവകലാശാല രജിസ്ട്രാർക്ക് തിരിച്ചടി. സസ്പെൻഷൻ ഉത്തരവിന് സ്റ്റേ ഇല്ല. സത്യവാങ്മൂലം നൽകാൻ വിസിക്ക് ഹൈക്കോടതി നിർദ്ദേശം. സസ്പെൻഷൻ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിവരങ്ങൾ. വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. ഈ സസ്പെൻഷന്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദ് ചെയ്യണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഇന്ന് 1:45-നാണ് വാദം കേട്ടത്. ഇതിൽ പ്രധാനപ്പെട്ട നിർണായകമായ കുറേ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്റ്റേ ഏത് അവസരത്തിലാണെങ്കിലും എന്ത് കാര്യത്താലാണ് ഒരു സ്റ്റേ ആവശ്യപ്പെടുന്നത് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും രജിസ്ട്രാർ മുന്നോട്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞത്, ഇത് ഒരു മതത്തിൻ്റെ പ്രതീകമായ ചിഹ്നം അവിടെ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഉപയോഗിച്ചു. അത് കേരള സർവകലാശാല നിയമാവലിക്ക് അല്ലെ കേരള സർവകലാശാല നിയമാവലിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കേരള ഗവർണർ പങ്കെടുത്ത പരിപാടി താൻ റദ്ദ് ചെയ്തതെന്നായിരുന്നു രജിസ്ട്രാറിൻ്റെ വാദം. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു കോടതി പലപ്പോഴും പല ആവർത്തിയായി പല ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഏത് മതത്തിൻ്റെ ചിഹ്നമാണ് ഈ ഭാരതാംബ എന്ന് പറയുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എന്ത് പ്രശ്നമാണ് ഉയരാൻ സാധ്യതയുള്ളത്? മാത്രവുമല്ല, അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സെനറ്റ് ഹാളിന് വെളിയിൽ സംഘടിച്ചു, അതുകൊണ്ടാണ് പരിപാടി റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് എന്ന രജിസ്ട്രാറുടെ വാദമുഖം ഉയർത്തിയിരുന്നു. അത് കോടതി മുഖവിലേക്ക് എടുക്കാതെ തന്നെ ആ സാഹചര്യം വ്യക്തമാക്കണമെന്നും അത്തരത്തിൽ ഒരു വലിയ ക്രമസമാധാന പ്രശ്നം സെനറ്റ് ഹാളിൻ്റെ പുറത്തുണ്ടായിരുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകാൻ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസും വൈസ് ചാൻസലറും എല്ലാം തന്നെ വരുന്ന തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ട സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തരത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു പക്ഷേ ഈ സസ്പെൻഷൻ നടപടികൾ റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ തൽക്കാലം സ്റ്റേ ചെയ്യുകയോ എന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇത് രണ്ടും സംഭവിച്ചില്ല. കോടതി കൃത്യമായും ഒരു വാദത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. കോടതിയുടെ വാദം ഇനിയും തിങ്കളാഴ്ചയും തുടരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം രജിസ്ട്രാർ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഹർജിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും കോടതിയെ സമീപിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വാദം തുടരാനാണ് സാധ്യത. അതേസമയം അന്ന് തന്നെ കേരള പോലീസും ഒരു സത്യവാങ്മൂലം നൽകുന്നുണ്ട്. ആ സത്യവാങ്മൂലത്തിനും വാദം നടക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ 3 പേരും വ്യത്യസ്തമായ സത്യവാങ്മൂലങ്ങളും പരാതിയും ഒക്കെ എത്തുമ്പോഴേക്കും കോടതിക്കുള്ളിൽ തന്നെ ഒരു വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് കാര്യം കടക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഭാരതാംബ എന്തായാലും ഇപ്പോൾ കോടതി കയറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സസ്പെൻഷനും തൊട്ട് പിന്നാലെ ഉണ്ടായ നടപടിക്രമങ്ങളും എല്ലാം തന്നെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്ഭവൻ്റെ മുന്നിൽ വരെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിട്ടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ പ്രതികരിച്ചില്ല. പ്രത്യേകിച്ചും രാജ്ഭവനോ BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു പക്ഷേ പത്രക്കുറിപ്പായിട്ടോ ഒക്കെ ഒരു പ്രതികരണത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അതേസമയം ഇടത് സംഘടനകൾ ഇന്നലെ ഉന്നയിച്ച വാദമുഖം, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഇടത് യൂണിയൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഈ സസ്പെൻഷൻ നടപടികൾ നിലനിൽക്കില്ല എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. കാരണം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അത് സിൻഡിക്കേറ്റ് യോഗം കൂടണം. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ ഇന്നും രജിസ്ട്രാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഇത് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ വാദത്തിലേക്ക് വരാതെ നേരെ ഈ മതചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതി കടക്കുകയായിരുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളുണ്ടാവും. ഒപ്പം ശക്തമായ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തീർച്ചയായും ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.